ഓക്കെ, അപ്പോൾ ജൂൺ 2025 ചെയ്യാൻ പോകും. MCQ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഏതാണ് താഴെ പറയുന്നതിൽ ശരിയായത്? നമ്പർ 1, എ പറയുന്നത് ബാച്ച് കോസ്റ്റിംഗ് ഈസ് എ വാരിയന്റ് ഫോർ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയാം. Job cost sheet may be used for estimation of profit of job. Cost sheet പറ്റും. ഇനി അടുത്തേതാ? ഇതൊന്നും സാധ്യത ഉണ്ട്, ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അപ്പം എന്താ ഒരെണ്ണം സാധ്യത ഉണ്ട്, അപ്പോൾ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. നമ്മളെ കറക്റ്റ് ഒന്ന് അടക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്ത സാധ്യത ഉണ്ടെങ്കിൽ മോർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യാം, എടുക്കാം. അത്രേ ഉള്ളൂ. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അപ്ലിക്കബിൾ? അല്ല, ഇതിൽ ജോബ് കോസ്റ്റിംഗ് കാനോട്ട് ബി യൂസ്ഡ് ഇൻ കൺജക്ഷൻ വിത്ത് മാർജിനൽ കോസ്റ്റിംഗ്. എന്തൊക്കെയാണ്? ഇൻ കോസ്റ്റ് പ്ലസ് കോണ്ടാക്ട് റൺ എ റിസ്ക് ഓഫ് ഇൻക്വയറിങ് എ ലോസ്. തെറ്റല്ലേ? കാരണം കോസ്റ്റ് പ്ലസ് കോണ്ടാക്ടിൻ്റെ പ്രത്യേകത എന്താ? എത്രയാണോ കോസ്റ്റ് വന്നത്, ഇപ്പോൾ 1,00,000 രൂപ കോസ്റ്റ് വന്നാൽ പ്ലസ് എത്ര ശതമാനം പ്രോഫിറ്റ്? ഒരു 10%. അപ്പോൾ ഒരിക്കലും അയാൾക്ക് എന്തുണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. എത്രയാണോ കോസ്റ്റ് വന്നാൽ അതിൻ്റെ എത്ര ശതമാനം, ഒരു പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നതാണ് കോസ്റ്റ് പ്ലസ് കോണ്ടാക്ട്. അപ്പോൾ ബി ഓർമ്മിക്കാം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അപ്ലിക്കബിൾ ഫോർ കോസ്റ്റ് കൺട്രോൾ? കോസ്റ്റ് കൺട്രോളിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനം ഏതാണ്? വായിച്ചേ. കൺട്രോൾ, കോസ്റ്റ് കൺട്രോളിന് പറ്റുന്നത്, അപ്ലിക്കബിൾ ഫോർ കോസ്റ്റ് കൺട്രോൾ. നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എപ്പോഴാണ്? ബിഗിനിങ്ങിലാണോ? അല്ല, എപ്പോഴാണ്? എൻഡിലാണ്. എൻഡെത്തിയാലേ എന്ത് ചെയ്യുള്ളൂ? ആദ്യം പറയുന്നത് ഇറ്റ് ഈസ് എ കറക്റ്റീവ് ഫംഗ്ഷൻ ആണ്. നിങ്ങൾക്ക് ആദ്യം തന്നെ കോസ്റ്റിങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. കൺട്രോൾ ചെയ്തോ ഇല്ലെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു എൻഡ് എത്തണം. അടുത്ത, ഇറ്റ് എൻഡ് വെൻ ടാർഗറ്റ് ആർ അച്ചീവ്ഡ്. ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് കോസ്റ്റ് എന്താണ്, കൺട്രോൾഡ് ആണോ ഇല്ല എന്നുള്ളത്. മൂന്നാമത്തെ പോയിന്റ്, which of the following budget recognize the difference between fixed and semi-variable level of changes? ഏതാണത്? ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഇപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തോ, ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്തല്ലോ. അപ്പോൾ നോക്കിയാണ് അടുത്ത പോയിന്റ് വെച്ചാൽ under net realizable value method of apportionment of joint cost to joint product, the selling and distribution cost എന്ത് ചെയ്യണം? നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ? സെയിൽസിന് എന്ത് ലെസ് ചെയ്യണം? സെല്ലിംഗ് ആൻഡ് ഏതാണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഏതാണ്? ഫർദർ പ്രോസസ്സിങ് കോസ്റ്റ് ലെസ് ചെയ്താലാണ് എന്ത് കിട്ടാം? നെറ്റ് റിയലൈസബിൾ വാല്യൂ കിട്ടാം. ഓക്കെ അല്ലേ? അപ്പോൾ സെല്ലിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യണം? എ പറഞ്ഞെന്താ? ആഡഡ് ടു ജോയിൻറ്റ് കോസ്റ്റ്. സെല്ലിംഗ് എക്സ്പെൻസ് ജോയിൻറ്റ് കോസ്റ്റിൻ്റെ ഭാഗമല്ലല്ലോ. അടുത്ത, ഡിഡക്ട് ഫ്രം ഏതാണ്? സെയിൽസ് വാല്യൂ. മനസ്സിലായെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സെയിൽസ് വാല്യൂ ആഫ്റ്റർ ഫർദർ പ്രോസസ്സിങ് മൈനസ് ഏതാണ്? ഫർദർ പ്രോസസ്സിങ് കോസ്റ്റ്. ഇനി അവിടെ സെല്ലിംഗ് കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ സെല്ലിംഗ് കോസ്റ്റ് സെയിൽസിന് എന്താ ചെയ്യേണ്ടത്? ലെസ്സാണ് ചെയ്യേണ്ടത്. അടുത്ത വായിച്ചു നോക്കും. അഞ്ചാമത്തെ ഒരു വായനങ്ങളിട്ട് കയ്യിലിട്ട് ബഡ്ജറ്റിങ്ങിൻ്റെ ബെനഫിറ്റ് അല്ലാത്തതാണ് പറയുന്നത്. ഏതാ പറയും? ബി. ഡി
മോർ ആക്യുറേറ്റ് എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ബഡ്ജറ്റിങ്ങും എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടും തമ്മിൽ എന്ത് ബന്ധം? എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ P&L ബാലൻസ് ഷീറ്റും ഒക്കെ അല്ലേ കോമൺ പേഴ്സണുമായിട്ട് നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മോർ അപ്രോപ്രിയേറ്റ് സാധനം ഏതാണ്? ഡി ആണ്. മനസ്സിലായ മക്കളെ? ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻറ്റേർണൽ സാധനമാണ്. ഏതാണ്? ഇൻറ്റേർണൽ സാധനം. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്പാർട്ട്മെൻറ്റ് എ ഉണ്ട്, പിന്നെ ഏതുണ്ട്? ബി ഉണ്ട്. അതിൽ കമ്മ്യൂണിക്കേഷന് എന്തു പറ്റും? ബഡ്ജറ്റിംഗ് പറ്റും. ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ളതിനൊക്കെ എന്ത് ചെയ്യും? ബഡ്ജറ്റിംഗ് പറ്റും. പുറത്തേക്കുള്ള സാധനങ്ങൾക്ക് എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിന് പറ്റില്ല. അപ്പോൾ ഡി ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. അടുത്ത വളരെ സിമ്പിൾ സാധനം, പ്രൈം കോസ്റ്റ്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. കമ്പനി കാൽക്കുലേറ്റ് ദ പ്രൈസ് ഓഫ് ജോബ്. എങ്ങനെ ഒരു പ്രൈസ് കാണാറ്? ബൈ ആഡിങ് ഓവർ ഹെഡ് ടു പ്രൈം കോസ്റ്റ്. ഓവർ ഹെഡ് ഏതിൻ്റെ മുകളിൽ കൂട്ടും? പ്രൈം കോസ്റ്റിൻ്റെ കൂടെ കൂട്ടിയിട്ടാണ്. അപ്പോൾ ഒന്നുമില്ല, പ്രൈം കോസ്റ്റ് എടുക്കും, അതിൻ്റെ മുകളിൽ എന്താ ആഡ് ചെയ്യും? ഓവർ ഹെഡ് ആഡ് ചെയ്യും. എത്രയാണ് ഓവർ ഹെഡ്? ആഡിങ് 30% പ്രോഫിറ്റ്. ഓവർ ഹെഡ് ടു പ്രൈം കോസ്റ്റ് ആഡ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. എന്നിട്ട് എന്താ ആഡ് ചെയ്യും? പ്രോഫിറ്റ് ആഡ് ചെയ്യും. എത്ര പ്രോഫിറ്റ്? 30% ഓൺ ഏതാണ്? കോസ്റ്റ് അല്ലേ? എന്നിട്ട് കിട്ടുന്ന സെയിൽസ് ആണ് എത്ര? 6760. ഓവർ ഹെഡ് എത്രയെന്ന് തന്നിട്ടുണ്ട്? 2776. ഒരു പ്രൈം കോസ്റ്റ് ആണെന്ന് പറയുന്നത്. ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു. ബി എങ്ങനെ കാണാം? ടോട്ടൽ കോസ്റ്റ് 100 ആണെന്ന് വിചാരിക്കാം. എത്ര? 100. അപ്പോൾ പ്രോഫിറ്റ് എത്ര വരാം? 30. അപ്പോൾ ടോട്ടൽ സെയിൽസ് എത്ര വരും? 130. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് കാണാൻ എളുപ്പമല്ലേ? അല്ലേ? എങ്ങനെ പ്രോഫിറ്റ് കാണാം? 6760 ഡിവൈഡഡ് ബൈ 130 × 30. എത്ര വരും പ്രോഫിറ്റ്? 1860. 560. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ആണ് എളുപ്പമല്ലേ? സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് ലെസ് ചെയ്താൽ മതി. 6760 മൈനസ് 1560 5200. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഓവർ ഹെഡ് ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ കോസ്റ്റ് 5200 വരിക. അപ്പോൾ പ്രൈം കോസ്റ്റ് എങ്ങനെ കാണാം? 5200 മൈനസ് 2776. 24. ഓക്കെ അല്ലേ? അടുത്തേതാ? In a non-integrated accounting system, what is the primary objective of overhead ledger? ഓവർഹെഡ് ലെഡ്ജറിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? ഓവർഹെഡ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഏതാ ഓവർഹെഡ്? ഓവർഹെഡ് പറഞ്ഞാൽ ഏതൊക്കെ ഓവർഹെഡാണ്? ഫാക്ടറി ഓവർഹെഡ്, പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, പിന്നെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അതിൽ മാനേജിങ് ജനറൽ ലെഡ്ജർ എൻട്രീസ്. ജനറൽ ലെഡ്ജർ എൻട്രീസ് കാണാൻ വേണ്ടിയിട്ട് ആ അക്കൗണ്ട് അല്ല. ഏത് അക്കൗണ്ടാണ്? കോസ്റ്റ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്, അല്ലെങ്കിൽ ജനറൽ ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് ഉണ്ട് അല്ലേ? അതെവിടെ മാത്രം വരുന്നതാണ്? നോൺ ഇൻ്റഗ്രേറ്റഡ്. ഇൻ്റഗ്രേറ്റഡിൽ അത് ഉണ്ടാവില്ല. അപ്പോൾ അതല്ല. റെക്കോർഡിങ് ഡയറക്റ്റ് കോസ്റ്റ് അല്ല. ഡയറക്റ്റ് കോസ്റ്റ് റെക്കോർഡ് ചെയ്യുക എവിടെയൊക്കെയാണ്? സ്റ്റോഴ്സ് ലെഡ്ജർ കൺട്രോൾ, പിന്നെ ഏതാ? വേജ് ലെഡ്ജർ കൺട്രോൾ. കൺട്രോളിങ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ശരിയല്ലേ? ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. പിന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ പൊട്ടത്തേറ്റല്ലേ? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യില്ല? വിൽ നോട്ട് ടേക്കൺ ഇൻ എവിടെയാണ്? കോസ്റ്റ് റെക്കോർഡ്സിൽ എടുക്കുകയും ചെയ്യില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? സി ആണ്. കൺട്രോളിങ് ഏതാണ്? ഇൻഡയറക്റ്റ് കോസ്റ്റ്.
ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ മക്കളെ? ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലേ? അടുത്ത Navi a company pay rupees 8 per unit in royalty to the designer of the product which it manufacture and sell. ഈ റോയൽറ്റി എന്താണ്? റോയൽറ്റി എന്താ മക്കളെ? ഡയറക്റ്റ് സെയിൽസ്. ഞാനിത് കുറച്ച് വെക്കും. ഏത് ഇതിന് പറയാം? ബ്രൈറ്റ്നെസ്. എന്നിട്ട് പിന്നെ നോക്കിയാണ്ടോ ഓട്ടോമാറ്റിക് കൂടും. എന്താ ഓട്ടോമാറ്റിക് അങ്ങനെ ഉണ്ടോ? എവിടെ? പറയും. ഡിമണ്ട് പറഞ്ഞ് എന്താ പറഞ്ഞോളാം. ഇതിപ്പോൾ അങ്ങനെ ആയി. എന്നിട്ട് ഇങ്ങനെ കൂടി കണ്ടാ കണ്ടാ ഇത് കാണാൻ ചില ഡാർക്ക് മോഡൊക്കെ സൂര്യൻ്റെ ആക്കും. ഇത് മുകളിൽ ഞെക്കി സൂര്യൻ വെക്കുമ്പോഴാണ് അങ്ങനെ. ഇനി നോക്കട്ടെ. അവിടെ എടുക്കണ അത് പട്ടച്ചേരിപ്പിട്ടിരുന്നല്ലേ? ഷൂട്ടാക്കുന്ന അറിയില്ലേ? ശ്രദ്ധിക്കും. അടുത്തേതാ? ആവറേജ് കോസ്റ്റ് പെർ 10 കിലോമീറ്റർ. കോസ്റ്റ് പെർ 10 കിലോമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഏതാണ്? 10 കിലോമീറ്റർ. കോസ്റ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാ? 2,25,000. ഇനി എന്ത് കാണാം? 10 കിലോമീറ്റർ കാണാം. ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയാണ്. 2 ട്രക്ക് ട്രാവൽ അറ്റ് കോസ്റ്റ് ടോട്ടൽ എത്ര? 25,000 കിലോമീറ്റർ ഓടുന്നുണ്ട്. ആവറേജ് ലോഡ് എത്രയാണ്? 3 ടൺ പെർ ജേണി. ഓക്കെ അല്ലേ? സിമ്പിൾ പരിപാടി. അപ്പോൾ എത്രയാ? 25,000. നല്ല ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികൾക്ക്. 2 ട്രക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇൻറ്റു 2 ഒക്കെ അടിക്കും. ചെയ്യണ്ട. ഇവർ പറഞ്ഞു 2 ട്രക്കും കൂടെ ടോട്ടൽ എത്ര കിലോമീറ്ററാണ്? 25,000 എന്നാണ് മീൻ. ഇൻറ്റു നമുക്ക് കിലോമീറ്റർ മാത്രം പോരാ, ടണ്ണും കൂടെ വേണം. 27 കിലോമീറ്ററാണ്. എത്ര ടണ്ണാണ് ഒരെണ്ണത്തിൻ്റെ കപ്പാസിറ്റി? 3. അപ്പോൾ എത്ര വരും? 70 കഴിഞ്ഞു. അത്രേ ഉള്ളൂ. 2,25,000 ഡിവൈഡ് ബൈ 75,000 എത്ര വരും? 3 വരും. ദാറ്റ് ഈസ് ദ ആൻസർ. അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ് ഇല്ലേ? കോസ്റ്റ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 148 ആണ്. സെക്ഷൻ 148 ആണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞാലേ കോസ്റ്റ് ഓഡിറ്റിൻ്റെ ബാക്ക് ബോൺ ആണ് ഇത്. ഈ പറയുന്ന സെക്ഷൻ ഇറ്റ് ഈസ് നോൺ ആസ് ബാക്ക് ബോൺ ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് ചെയ്യണം എന്ന് നിയമപരമായിട്ട് നിയമം എവിടെയെങ്കിലും പറയണേ? അത് പറയുന്ന കമ്പനീസ് ആക്ട് 2013 സെക്ഷനാണ് 148. നിങ്ങൾ ഓഡിറ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കുഴപ്പമില്ല, കാണുന്ന ലീവോ എന്ന് വിചാരിക്കും. അടുത്തത് സെയിൽസ് വോളിയം റെക്കോർഡ് കാണാൻ ട്രൈ ചെയ്ത് നോക്ക്. ജോളി ലിമിറ്റഡ് മാനുഫാക്ചറേഴ്സ് സ്റ്റുഡൻറ് ലെവൽ ഫൗണ്ടെയിൻ പെൻ ആൻഡ് സെയിൽസ് 40 രൂപ.
സെല്ലിംഗ് പ്രൈസ് 40 റുപ്യ, വാരിയബിൾ കോസ്റ്റ് 22, ഫിക്സ്ഡ് കോസ്റ്റ് 16,000. ദ കമ്പനി വിഷസ് ടു ഡിസൈഡ് പ്രോഫിറ്റ് അടാ, സിമ്പിളാണ്. ഡിസൈഡ് പ്രോഫിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഏതാ ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഫിക്സ്ഡ് കോസ്റ്റ് 16,000 പ്ലസ് 20,000 ഡിവൈഡഡ് ബൈ 40 മൈനസ് 22, 18. എത്ര സി ആണ് ആൻസർ. പോലെ അടുത്ത which of the following would not be useful to estimate standard direct material price? ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് പ്രൈസ് ഇല്ലേ, അത് ഉദ്ദേശിച്ചത്. സ്റ്റാൻഡേർഡ് പ്രൈസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടാത്ത സാധനം. നോക്കൂ, ഇങ്ങനെ സംഭവത്തിലേ ഉള്ളൂ. നോക്ക്, നമ്മളിപ്പോൾ ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ പ്ലൈവുഡ് വേണം. അപ്പോൾ പ്ലൈവുഡിന് 1000 റുപ്യ വരുമെന്ന് നമുക്കൊരു എസ്റ്റിമേഷൻ നടത്തണ്ടേ? അങ്ങനെ എസ്റ്റിമേഷൻ നടത്തുന്നതിൽ താഴെ പറയുന്ന ഒരു പോയിന്റ് ഒരു റെലവൻസും ഇല്ല. അത് ഏതാണ് ആ പോയിന്റ്? വായിച്ചു നോക്കും. D. Purchase contract already agreed. The forecast movement of price in market. Availability of bulk purchase discount. ഇതൊക്കെ നിങ്ങൾ ഏതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? സ്റ്റാൻഡേർഡ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന്. പക്ഷേ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഇൻ ഓപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യില്ല. പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഇൻ ഓപ്പറേഷൻ പറയുമ്പോൾ എന്താ, നിങ്ങളുടെ ഉള്ളിലുള്ള പണിയില്ലേ, പ്രൊഡക്ടിവിറ്റി ഒക്കെ, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടിയോ കുറഞ്ഞോ എന്നുള്ളതൊന്നും ഏതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല, പ്രൈസിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? സി അല്ല, ഡി ആണത് കറക്റ്റ് ആൻസർ. അടുത്ത സാധനം എവിടെ നമ്മൾ പഠിച്ചുള്ള ലേബർ. ഓർക്കുണ്ടാവും, ലേബറിൽ ഞാൻ പിന്നീട് എടുത്തതാവും ചിലപ്പോൾ. ലേബറിലൊരു റേഷ്യോ കാൽക്കുലേഷൻ്റെ കാര്യം പറഞ്ഞത്. ഓക്കെ അല്ലേ? വോളിയം റേഷ്യോ ഉണ്ട്, വോളിയം റേഷ്യോ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അവർ ഡിവൈഡഡ് ബൈ ഏതാണ്? ബഡ്ജറ്റഡ് അവർ. ഇതാണ് ഇക്വേഷൻ. സ്റ്റാൻഡേർഡ് അവർ ഡിവൈഡ് ബൈ ബഡ്ജറ്റഡ് അവർ. വായിച്ചോക്കാം. സ്റ്റാൻഡേർഡ് അവർ 21 വർക്കിംഗ് ഡേയ്സിൽ 8 മണിക്കൂർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? 21 വർക്കിംഗ് ഡേയ്സ് 8 ഹവേഴ്സ് വെച്ചിട്ട് ഡ്യൂറിങ് ഓഗസ്റ്റ് എന്നാണ്. ഓഗസ്റ്റ് പറയുമ്പോൾ ഒരു മാസമല്ല അപ്പോൾ അല്ലേ? അങ്ങനെ എത്ര പേരുണ്ട്? 20 പേരുണ്ട്. അപ്പോൾ എത്ര ഹവേഴ്സ് ടോട്ടൽ അവൈലബിൾ ആവും? എത്ര? 3000. ഓക്കെ, അതിൽ മെഷീൻ ബ്രേക്ക് ഡൗൺ ആയിട്ട് എത്രയാണ്? അങ്ങനെ 480 ഹവേഴ്സ് എന്ത് ചെയ്ത് റെക്കോർഡ് ആസ് ഐഡിയൽ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹവേഴ്സാണ് ഏത്? 3300. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ബഡ്ജറ്റഡ് അവർ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ബഡ്ജറ്റഡ് അവർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിനോമിനേറ്റർ കിട്ടി അല്ലേ? അല്ലടാ, പക്ഷേ നമുക്ക് വർക്ക് ചെയ്യാൻ അത്ര പറ്റില്ല. കാരണം എന്താ? അതിൽ ഐഡിയൽ ടൈം ഉണ്ടല്ലേ? ഐഡിയൽ ടൈം മൈനസ് ചെയ്യാം. എത്ര ഐഡിയൽ ടൈം ഉള്ളത്? 480. അപ്പോൾ എത്ര വരും? ലെസ് 2200. ഇതാണ് 2880. ഇതാണ് ആക്ച്വൽ ഹവേഴ്സ്. ഏത്? വർക്ക്ഡ്. ഇതാ വർക്ക്ഡ്. അത് നമുക്കിവിടെ ആവശ്യമില്ല. നമുക്കിനി സ്റ്റാൻഡേർഡ് അവർ വേണം. സ്റ്റാൻഡേർഡ് അവർ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് അവർ ഫോർ ഏതാണ്? ആക്ച്വൽ ഔട്ട്പുട്ട്. നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ട് എത്ര? 10,800. ആ 10,800 എത്ര സ്റ്റാൻഡേർഡ് അവർ വേണം? അവിടെ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ടൈം പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് 15 മിനിറ്റ്. അല്ലെങ്കിൽ എത്രയാണ്? 0.25 ഹവേഴ്സ്.
മക്കളെ നീ ഫുൾഫിൽ ചെയ്തുകൂടെ? എന്ത് സ്റ്റാൻഡേർഡ് അവർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. 10,700 അല്ല ആക്ച്വലി ഉണ്ടാക്കിയേ. ഒരെണ്ണത്തിൻ്റെ സ്റ്റാൻഡേർഡ് അവർ എത്ര? 0.25. അപ്പോൾ എത്ര വരും? 2,700. ഓക്കെ അല്ലേ? ദിസ് ഈസ് വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് അവർ. മുകളിൽ കൊണ്ടിട്ട് എഴുതാം 2,700 ഇൻറ്റു 100%. ക്വസ്റ്റ്യൻ പെർസെൻറ്റേജ് ആണല്ലോ. അപ്പോൾ 2,700 ഡിവൈഡ് ബൈ 1,300 ഇൻറ്റു 83.6% ഏതാണ് ആൻസർ? എ ആണ് ആൻസർ. എക്സ്ക്യൂസ് മീ. ഓക്കെ അല്ലേ? നോക്ക്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എന്താ കാണാനുള്ളത്? വോളിയം റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താ? സ്റ്റാൻഡേർഡ് അവർ ഡിവൈഡ് ബൈ ബഡ്ജറ്റ്. സ്റ്റാൻഡേർഡ് അവർ കാണാൻ വേണ്ടി വർക്കിംഗ് നോട്ട് നമ്പർ 1 ചെയ്തു. ടോട്ടൽ മാർക്കും 2,700 കിട്ടി. ബഡ്ജറ്റഡ് അവർ കാണാൻ വേണ്ടിയിട്ട് വർക്കിംഗ് നോട്ട് നമ്പർ 2 ചെയ്തു. എത്രയാണ്? 3,360. പിന്നെ അതിൻ്റെ ഇടയിൽ ഐഡിയയിലുള്ളപ്പോൾ വെറുതെ ചെയ്ത് നോക്കി. നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ. കഴിയാൻ പോകണം. നോട്ട് ചെയ്തില്ലേ? അടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത് സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് 6 ആണ്. സ്റ്റാൻഡേർഡ് മക്കളെ ഒരു ജ്യൂസ്, ഒരു വാട്ടർ ബോട്ടിൽ, ഒരു ബോട്ടിൽ ജ്യൂസ് ഉണ്ടാക്കാൻ പ്രൊഡക്റ്റ് 6 എന്ന് പറഞ്ഞ ജ്യൂസാണ് ചെയ്യും. എത്ര മണിക്കൂർ എടുക്കും? 9 മണിക്കൂർ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ഐഡിയൽ ടൈമും ഉണ്ട്. എത്ര ശതമാനം? 10%. Total hours paid is to be incorporated into the standard time for all the product. അപ്പോൾ ശരിക്കും എത്ര മണിക്കൂർ പോരാ? 9 മണിക്കൂർ പോരാ. 10% ലോസ് കൂടെ കൺസിഡർ ചെയ്ത് വരുമ്പോൾ എത്ര വേണ്ടി വരും? 9 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100 വേണം. അടിച്ച 9 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പറയാം. 9 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100 എത്ര വരും? 10 അല്ലേ? ഇൻറ്റു ഒരെണ്ണത്തിന് എത്ര റുപ്യ വരാം? ഒരു അവറിന് എത്ര? 16. അപ്പോൾ എത്ര വരും? ചോദ്യം എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് 6. ഒന്ന് വ്യക്തമാക്കിയാൽ 10 മണിക്കൂറാണ് എന്ത് ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ് ടൈം. അതിലെന്തുണ്ടാവും? നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടത് 10 മണിക്കൂറിനാണോ 9 മണിക്കൂറിനാണോ? എക്സ്ക്യൂസ് മീ, 10 മണിക്കൂറിനാണോ 9 മണിക്കൂറിനാണോ പേയ്മെൻറ്റ് നടത്തേണ്ടത്? 10 മണിക്കൂറിൽ 1 മണിക്കൂർ എന്താണ്? ഐഡിയൽ ടൈമാണ്. അപ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? 9 ഉണ്ടാവുള്ളൂ. ഇതാണ് കോൺസെപ്റ്റ്. പക്ഷെ നമ്മൾ 9-നാണോ പൈസ കൊടുക്കുക? 9 നമ്മൾ എന്താ പറയുക? ആക്ച്വൽ ഹവർ അല്ല, ഇവിടെ സ്റ്റാൻഡേർഡ് ഹവർ ഏതാണ്? വർക്കഡ് അല്ല, ഏതാ? പെയ്ഡ്. മറ്റേത് ഏതാണ്? വർക്കഡ്. അതന്നെ വർക്കഡ്. തെറ്റിപ്പോയ 10 ഏത്? സോറി, പെയ്ഡ്. 9 ഏതാണ്? വർക്കഡ്. പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഏതാ എടുക്കേണ്ടത്? 9 ആണെന്ന് 10 എടുക്കേണ്ടത്.
സാധനം മൈന്യൂട്ട്. ഓക്കെ, പ്രശ്നം ചിലർക്ക് 10 ഹവറാണ് ഉള്ളത്, അതിന് 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മണിക്കൂർ പോയി എത്ര വരും? 9 അവർ വരും. അപ്പോൾ 9 അവർ എന്ന് പറഞ്ഞാൽ എത്രയിന് തുല്യമാണ്? 90ക്ക് തുല്യമാണ്. ഈ 9ഉം 10% തന്നപ്പോൾ നമ്മൾ തിരിച്ച് ബാക്ക്വേഡ് ഇത് 10 കണ്ടെത്താൻ പറഞ്ഞു. ഇൻറ്റു 16 അടിച്ച് എത്ര വരും? 160. ആൻസർ ഏതാപ്പോൾ? ഡി ആണ് ആൻസർ. നോട്ട് ചെയ്താ. ഡിസംബറിന് അപേക്ഷിച്ചത് എങ്ങനെ? MCQ അവിടെ ഗംഭീരായിരുന്നു. ഇവിടെ കുറച്ച് എന്താണ് ടൈറ്റ് അല്ലേ? അടുത്ത നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. സിമ്പിൾ. ലാസ്റ്റ് വൺ, 15ാമത്തെ. ഇന്റഗ്രേറ്റഡ് അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ടിങ് എൻട്രി ഫോർ ഇൻഡയറക്ട് വേജസ് ഇൻക്വേർഡ്. ഇൻഡയറക്ട് വേജസ് ഇൻക്വയർ ചെയ്താൽ ഇൻഡയറക്ട് വേജസ് എങ്ങോട്ടാ ചാർജ് ചെയ്യാം? ഡയറക്റ്റ് വേജസ് എവിടേക്കാ പോവാം? വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പൊ എൻട്രി എന്താ? വർക്ക് ഇൻ പ്രോഗ്രസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ടു വേജ് ലെഡ്ജർ കൺട്രോൾ. ഇൻഡയറക്റ്റ് എവിടേക്കാ പോവാം? ഓവർ ഹെഡ്. അപ്പൊ എൻട്രി എന്താ? ഓവർ ഹെഡ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ടു വേജ് ലെഡ്ജർ കൺട്രോൾ. ഇതിന് ഈ ഇതാവുന്ന ഏതാ മാച്ചുള്ള? ഏതാ? ഡി. ഡെബിറ്റ് ഓവർ ഹെഡ് കൺട്രോൾ, ക്രെഡിറ്റ് ഏതാണ്? വേജ് കൺട്രോൾ. എൻട്രി ചെയ്ത് വെച്ചോടെ ഓവർ ഹെഡ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ടു വേജ് ലെഡ്ജർ കൺട്രോൾ.